ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ കുറച്ച് ടൈമിംഗ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. ഇതിനു വേണ്ടി ഒരു 4 കപ്പ് വെള്ളം ഞാനൊരു പാത്രത്തിൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം, അജ്വാൻ ഇട്ട് കൊടുക്കാം, നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിന്റെ അളവുകളൊക്കെ ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. 2 കപ്പ് റവ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് വേറൊരു പാനിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് പൊട്ടിക്കാം. 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞു കൊടുത്തത്, ചെറുതായി അരിഞ്ഞ സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുത്ത് അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ച കാബേജ് നമുക്ക് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് വഴണ്ട് വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. പകുതി നാരങ്ങയുടെ നീര് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ആവശ്യത്തിന് ഉപ്പ് ഇതിന്റെ ഇടയിൽ ചേർത്ത് കൊടുക്കാം. അതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടുപോയി. വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഒരു 2 എണ്ണമാണ്. ഇതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന റവ ഒന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് ചപ്പാത്തിക്ക് ഉരുള ഉരുട്ടും പോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അതിനെ നമ്മൾ കുറച്ച് മാവ് എടുത്തതിന് ശേഷം ചപ്പാത്തിക്ക് പരത്തും പോലെ ഒന്ന് പരത്തി കൊടുക്കാം. റൗണ്ട് ഷേപ്പ് കിട്ടുന്ന എന്തെങ്കിലും കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു കനത്തിന് വേണം നമ്മൾ പരത്തി എടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഉരുളക്കിഴങ്ങ് മസാല മിക്സ് എടുത്ത് നമുക്ക് ഇതുപോലെ റൗണ്ട് ആക്കി ഇതുപോലെ റൗണ്ട് ഷേപ്പിലായിട്ട് നമുക്ക് ഇതുപോലെ കൈകൊണ്ട് പരത്തിയെടുക്കാം. നമ്മൾ നേരത്തെ റവയുടെ പരത്തി വെച്ചില്ല, ആ ഒരു ഷേപ്പിന് ആ ഒരു അളവിന് തന്നെയാണ് നമ്മൾ ഇതും പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അകത്തോട്ട് വെച്ച് കറക്റ്റ് അതിന്റെ ഷേപ്പിലായിട്ട് നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഈ വീഡിയോ കാണുന്നത് പോലെ ചെയ്തെടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് മറ്റതുകൊണ്ട് നമുക്ക് ഇതുപോലെ മൂടിക്കൊടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തെടുത്താൽ ഇവിടെ തയ്യാറായി. കണ്ടില്ലേ, ഇത് കാണുന്നത് പോലെ ചെയ്തെടുക്കാം. എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ഫ്രൈയിങ് പാനിൽ എടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം. 2 സൈഡ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് കത്തിയുടെ മറു സൈഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇല്ലെങ്കിൽ ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് പ്രത്യേകം കറിയൊന്നും ആവശ്യമില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ ഗായ്സ്.